മോനെ എന്താ കഥ പണി കഴിഞ്ഞ് വന്നു നോക്കുമ്പോ കൊച്ചി ഭയങ്കര സന്തോഷത്തില് നമുക്ക് പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ട് എടുക്കാൻ എത്ര റുപ്യാവും എന്നൊക്കെ ഭയങ്കര ചർച്ച എന്ന് പറഞ്ഞാൽ ചെറിയ ചർച്ച ഒന്നല്ല, ചില്ലറ ചർച്ച ഒന്നല്ല കേട്ടോ, ഭയങ്കര ചർച്ച. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് പാസ്പോർട്ട്, എന്തിനാ പാസ്പോർട്ടിന്റെ ആവശ്യം എന്ന് വെച്ചു. ആക്കെ ഉണ്ട്, അതൊക്കെ കാര്യം ഉണ്ടെന്നാ. എന്നാലും പറയും എന്താ കാര്യം എന്നുള്ളത് പറയും. നിങ്ങളിൽ നമുക്ക് എന്തിനാ എത്ര റുപ്യ ചെലവാകും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഉണ്ട്. എന്ത് കാര്യം പരിചയമാണ്. അപ്പൊ നോക്കുമ്പോ രണ്ടാൾക്കാരും ഭയങ്കര സന്തോഷത്തില് മമ്മൂട്ടി ഫാൻസിന്റെ ആള് വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ മമ്മൂട്ടി ഫാൻസിന്റെ ആള് വിളിക്കും. ആ മമ്മൂട്ടി ഫാൻസിന്റെ ആള് ഗൾഫിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളത്. ഗൾഫിൽ നിന്ന് ചിലപ്പോ മമ്മൂട്ടി ഫാൻസിന്റെ ആള് നമ്മള് വിളിക്കുന്നത്. അപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ടർബോ ജോസിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബസൂക്കയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ബസൂക്കയുടെ പ്രൊമോഷന് വേണ്ടി നമ്മളെ ഗൾഫിൽ കൊണ്ടുപോകാനില്ല. അത് കേട്ടോക്കുമ്പോൾ അതൊരു ജനാകെ തിരിച്ചു ഇതായി. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, മണിച്ചേട്ടന്റെ പരിപാടിക്ക് മാർച്ച് ആറാണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും, വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കോ എന്നിങ്ങനെ ആലോചിച്ചു. ഞങ്ങളാരും വല്ല മമ്മൂട്ടി ഫാൻസുമായി ബന്ധപ്പെട്ടിട്ട് വല്ല പരിപാടിയാണോ എന്നുള്ളതും കൂടി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഒരു സാധാരണക്കാരനല്ലേ, അപ്പൊ ആ ഒരു ലെവലിൽ അത്ര നമുക്ക് ചിന്തിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ എന്താ പറഞ്ഞെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഗൾഫിൽ നിന്ന് ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ ഫാനാണ്. ബസൂക്കയുടെ പ്രമോഷൻക്ക് വേണ്ടിയിട്ട് ഗൾഫിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഞങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് പറഞ്ഞ് ഇല്ലാന്ന്, ഞങ്ങള് ഉപ്പച്ചിന്റെ കൂടെ പാസ്പോർട്ട് എടുക്കാൻ പോകും. അപ്പൊ കേട്ടില്ലേ, മക്കളെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് ഇതാപത്തി കിട്ടുന്ന ഈ ഗൾഫിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്പോർട്ട് എടുത്തിട്ട് പോവാ ഭയങ്കര ചോദ്യങ്ങളായിരുന്നു. ഗൾഫിലേക്ക് പോവാൻ പാസ്പോർട്ട് എന്നാ കിട്ടപ്പച്ചേ, നമ്മൊന്ന് കൊടുത്തു കഴിഞ്ഞാല് എന്നാ കിട്ടുക, എത്ര റുപ്യാവും എന്നുള്ള ചോദ്യങ്ങളൊക്കെ. സത്യത്തില് മമ്മൂട്ടി ഫാൻസിന്റെ ആള് ഗൾഫിൽ നിന്ന് പ്രമോഷൻ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചു നല്ലപ്പോ തന്നെ സംഭവം നമുക്ക് കത്തിയത്. ഇത് നമ്മളെ ആരോ പാസ്സാക്കാൻ വേണ്ടി ചെയ്തതാണ്. ടർബോ ജോസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബസൂക്കയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ഭയങ്കര ഭയങ്കര ഇതൊക്കെ സംസാരമൊക്കെ ഉണ്ടായതാണ്. ഇപ്പൊ ഇത് എങ്ങനെ അറിയാൻ കഴിഞ്ഞു വെച്ചാല് നമ്മളെ ഫോണിൽ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അത് ലൗഡ് സ്പീക്കറിൽ ഇടുമ്പോഴാണ് ഇത് കാര്യമായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഫോൺ എടുത്തത് ലൗഡ് സ്പീക്കർ എടുത്തിട്ടാണ് ഇത് സംസാരിച്ചത്. സത്യത്തില് ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മക്കളെ സംഭവം നിങ്ങൾ ആരോ ഒരാളെ തമാശക്ക് പറഞ്ഞു. അപ്പൊ ഞങ്ങളിത് തമാശ ഞങ്ങളെ കുട്ടികളെ ഇതിൽ അവര് പറഞ്ഞു ശരിയാണ്, കുട്ടികളോട് എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഒരിക്കലും നമ്മളെ ആസാക്കാൻ വിളിച്ചതാണ്, എന്നെ തമാശാക്കാൻ വിളിച്ചതാണെങ്കിൽ ശരി, മക്കളോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരിക്കലും നിങ്ങൾ ഗൾഫിലേക്ക് പോവാ, അതുപോലെ പ്രൊമോഷന്റെ പേടിയുണ്ട്, അങ്ങനെ ചെയ്യണം, കുറച്ച് ഗൾഫിൽ പോകണമെന്നൊന്നും പറയാൻ പാടില്ല. കാരണം മക്കൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ആഗ്രഹം കൊടുക്കരുതല്ലോ, മക്കളോട് അങ്ങനത്തെ കാര്യങ്ങൾ പറയരുത്. ഞാൻ ഫോൺ എടുക്കുന്ന സമയത്താണ് വെച്ചെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ ഒരു ലെവലിലെടുക്കുള്ളൂ. മക്കൾ വിചാരിച്ച് ഇതൊക്കെ ശരിയാണ്, ഓരോരോ സ്നേഹിതന്മാരോടും മറ്റുള്ളവരോടൊക്കെ പോയിട്ട് നടന്ന് പറഞ്ഞു ഞങ്ങള് ഗൾഫിൽ പോവാണ്, ഇത് പണ്ടാരോ പറഞ്ഞ പോലത്തെ കഥ പറഞ്ഞ പോലത്തെ ഇതിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ വന്ന് നോക്കുമ്പോ സുഖം കൊടുത്തില്ലേ. ഇതാ ഞങ്ങള് ഗൾഫിൽ പോവാണ്, ഇത് സത്യമായിട്ടുള്ളതാണ് ഇപ്പച്ചേ, ഇത് തമാശല്ല, ഇത് കാര്യമായിട്ടുള്ളതാണ്. മമ്മൂക്കയുടെ മെയിൻ ആളാണ് വിളിച്ചിരുന്നത്, മമ്മൂട്ടി ഫാൻസിന്റെ മെയിൻ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, മമ്മൂട്ടിയുടെ ഫാൻസിന്റെ ആളങ്ങനെ നമുക്ക് വിളിക്കില്ല, ഗൾഫിലാണ് വിളിക്കില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു അതല്ല, ഇത് ഞങ്ങളുടെ ഫോൺ എടുത്തത്, ഇത് സത്യ കാര്യമാണ്, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സമാധാനിപ്പിച്ചു കൊടുത്തു, ഈ സംഭവത്തിൽ ആരോ ഒരു തമാശാക്കാൻ വിളിച്ചിട്ടാണ്. അപ്പൊ ഫോൺ എടുത്തത് നിങ്ങളായതുകൊണ്ട് നിങ്ങളെ അവര് പൊട്ടന്മാരാക്കിയതെന്നാണ്. മക്കളെ അവർ പൊട്ടന്മാരാക്കാൻ പാടില്ലായിരുന്നു. ആര് ഫോൺ വിളിച്ചു കഴിഞ്ഞാലും അല്ലെ ആരാണ് ഫോൺ വിളിച്ചിട്ടെങ്കിലും മക്കളോട് ഇയാൾ കാര്യങ്ങൾ പറയരുത്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഫോൺ കോൾ അത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മക്കൾ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗൾഫിൽ പോണ കാര്യം മറ്റുള്ള കാര്യങ്ങൾ പറയരുത്. നമ്മൾ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ കുഴപ്പമുള്ളതല്ല. പക്ഷെ മക്കളോട് ഒരിക്കലും അങ്ങനത്തെ മോഹങ്ങൾ കൊടുക്കലും മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കലും അവരോട് പറയുക അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. കാരണം എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ, പക്ഷെ മക്കളോട് ദയവ് ചെയ്ത് പറയരുത്, അവർക്ക് ആഗ്രഹങ്ങൾ കൊടുക്കരുത്. അവർക്ക് എന്ത് ചെയ്യരുത്, അവരെ ആഗ്രഹിപ്പിക്കരുത്. ഗൾഫിൽ പോയിട്ട് പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഒരു ടൂർ പോകാനുള്ള സെറ്റപ്പ് കൂടെ അല്ലേ നമ്മൾ.
അപ്പൊ ദയവ് ചെയ്ത് നമ്മളെ വീഡിയോകൾ ട്രോള് അല്ലെങ്കിൽ തമാശക്ക് എന്ത് വേണമെന്നുണ്ടായിക്കില്ല, അതൊന്നും നമുക്ക് യാതൊരു ഇത് കുഴപ്പമില്ല. പക്ഷെ മക്കളെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓരോന്നും പറയരുത്. കാരണം അവരിത് സീരിയസ് ആണ്, അത് റിയൽ ആണ്, അത് ഉള്ളത് തന്നെ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവര് ചിന്ത. മക്കളല്ല, അവർക്ക് അത്ര പ്രായമുള്ളൂ. അപ്പൊ ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്നെ ടോളികൾ കുഴപ്പമുള്ളതല്ല, അല്ലെങ്കിൽ എന്നെ പ്രാങ്കല്ല, അല്ലെങ്കിൽ മറ്റേ എന്റെ വീഡിയോ എടുത്ത് എന്തെല്ലാം ചെയ്താലും എനിക്ക് പ്രശ്നമുള്ളതല്ല. പക്ഷെ ഫോൺ ചെയ്തിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, മക്കളോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയരുത്. അപ്പൊ ഒരു എന്താ പറയാ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കും ഈ വിളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മക്കളുണ്ടാവും. അവര് ഇത് സീരിയസ് ആണെന്ന് വിചാരിച്ചിട്ട് അവരത് വിശ്വസിക്കും. അപ്പൊ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.